നൈസ് ഫ്രെയിം അല്ലേ? വണ്ടിയുടെ നമ്പർ ഉണ്ടാവും, പാട്രോളിൻ്റെ നമ്പർ 95 കേട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 കഴിഞ്ഞു. നിസ്കാരം ഏകദേശം ഒരു 6:30 ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോവാണ്. പിള്ളേരെല്ലാവരും കൂടി ഇറങ്ങുന്നുണ്ട്. ദിവസം എല്ലാം വിട്ട് ഭയങ്കര ഹാപ്പി ഉണ്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഈ പിള്ളേരുണ്ട്, കുമാരുണ്ട്. നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കാം ദിവസം ഉണ്ടോ ഫുള്ള് സെറ്റപ്പായിട്ട് വന്നിരിക്കുന്നുണ്ട്. മുണ്ടൊക്കെ എടുത്തിട്ട് ബ്രോ കാണിക്കൂ, ബ്രോ കാണട്ടെ ബ്രോ. നമ്മുടെ ചാപ്പി സെറ്റായിട്ടിരിക്കുന്നത്. ഇവിടെ ഫൈസലുണ്ട്. ഫൈസൽ പുതിയൊരു ബ്രാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. പിന്നെ അതെ എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഫുൾ ഓണാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കും ഫോട്ടോസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇറങ്ങായി. നമ്മൾ നേരെ മുരുകൻ സിറ്റി അവിടെ പോയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കാം. പുറത്ത് നിസ്കാരമില്ല പ്രാവശ്യം. സോ അതുകൊണ്ട് പിന്നെ ചെറിയ മഴ തൂളുന്നുണ്ട്. വണ്ടിയൊക്കെ മഴയൊക്കെ എടുക്കുകയാണ്. അണ്ടർ വ്ളോഗല്ല, അതിൽ കണ്ടാൽ മതി. നമ്മൾ മാമാനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചെക്കൻ വന്നിട്ടുണ്ട്. ഇതാണെൻ്റെ മ്യാമൻ. ഹായ്. മ്യാമനെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ട് അതിൻ്റെ ക്ലാസ് അല്ലേ? അതൊക്കെ എൻ്റെ ഒക്കെ അവിടെ വെച്ചോ. ഇനി പള്ളി കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ച. നമ്മളങ്ങനെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. തിരക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ ഫുള്ളാകാൻ വേണ്ടി പിന്നെ അവിടെ കയറിയിരിക്കുക. അല്ലെങ്കിൽ പുള്ളിയിൽ സീറ്റ് കിട്ടിയെന്നില്ല. കാരണം പുറത്ത് നിസ്കാരമില്ല ഇപ്രാവശ്യം. സാധാരണ പുറത്തൊക്കെ നിസ്കാരം ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ പുറത്ത് നിസ്കാരമില്ല, ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നിസ്കരിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറിയിരിക്കാം. ഇതാണ് പള്ളി. രസമുണ്ടല്ലേ? മാഷാ അല്ലാഹ്. ഓൾമോസ്റ്റ് ഫുള്ള് തിരക്കായിട്ടുണ്ട്. ഓക്കെ, വണ്ടിയെല്ലാം വാഷ് ചെയ്തതായിരുന്നു. പക്ഷെ വണ്ടർക്ക് എടുത്തറ വണ്ടിയെല്ലാം വാഷ് ചെയ്തായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഡ്രോപ്സ് വീഴാൻ സാധ്യത ഉണ്ട്. എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ചെക്കന്മാർ വണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പള്ളി ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് മാറ്റിയിരുന്നത്. നല്ല രസം കേട്ടോ, മാഷാ അല്ലാഹ്. അടിപൊളി. നമ്മളിവിടെ വരാറുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. സോ പള്ളി ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് പിക്ചർ എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ മാറ്റിയിടാം. അപ്പോൾ നമ്മള് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് സൈഡിലെങ്ങാനും വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ. എല്ലാവരും ബാക്കിലുണ്ട്. എന്തായാലും ലൊക്കേഷൻ നോക്കട്ടെ. ഈ ഒരു വിളിച്ചതിൽ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും നല്ല രസമുണ്ടാവും. പക്ഷെ അതിനനുസരിച്ചുള്ള ലൊക്കേഷൻ കൂടി കിട്ടണം. സോ അത് ചെക്ക് ചെയ്ത് നടക്കുകയാണ്. ഇവിടെ കുറേ ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻകോയിൽ കാമായിട്ട് നിന്നിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. വണ്ടിയുടെ നമ്പർ ഉണ്ടാവും, പാട്രോളിൻ്റെ നമ്പർ 95 കേട്ടോ. ഈ നിസാൻ പാട്രോൾ നമ്പർ 88. ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല സ്പെഷ്യൽ ഡിജിറ്റ് നമ്പറുകൾ കാണാം, പ്ലേറ്റുകൾ കാണാം. ദുബൈയും കാണാറുണ്ട്. ഇവിടെ കുറേ ദുബൈയിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. കാരണം ഇവിടെ കാമായിട്ട് താമസിക്കാൻ പറ്റും. അവിടെ നമുക്ക് മറ്റേ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്ത് താമസിക്കണ അവർ പേയ്മെൻറ്റ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബില്ലെടുത്തിട്ട് താമസിക്കാം. അതാണ് ഒരു വ്യത്യാസം കേട്ടോ. ദുബൈ ബിസിനസ്സുള്ള ആൾക്കാർ കുറേ പേര് ഇവിടെ സ്റ്റേ അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ലൊക്കേഷൻ നോക്കി നോക്കാം, പോയി നോക്കട്ടെ എന്താ അവസ്ഥ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട്. വണ്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഫ്രെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫ്രെയിം വണ്ടറ എടാ, ഇതാണ് ഫ്രെയിം. പക്ഷേ എന്ത് രസമല്ലേ, നൈസ് ഫ്രെയിം അല്ലേ? അടിപൊളി അല്ലേ? അടിപൊളി സീൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ പോസ്റ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന കാണാം. പിന്നെ ഇവ അവൻ്റെ പെണ്ണിന് മാത്രം അയച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ്. ബാക്കിയുള്ള എല്ലാവരും ഇൻസ്റ്റയിൽ കാണാട്ടാ. ഇവനും അവൻ്റെ പെണ്ണിന് മാത്രം അയച്ചു കൊടുക്കണം പറഞ്ഞാൽ അവന് പിന്നെ പെണ്ണില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെണ്ണില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ ഫോണിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ടിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുള്ളൂ. സീൻ. അപ്പോൾ ഇതാണ് ബീച്ച് ഏരിയ. ഫ്രീ ആയ ഒരു സ്ഥലത്ത്
സമാധാനമായിട്ട് വന്നിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ. ഇനി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇനി അപ്പുറത്ത് വേറെ ബീച്ച് സൈഡ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിമും ഇങ്ങനെ നിർത്തിയിട്ടൊരു പിക്ചേഴ്സൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ആവും. പബ്ലിക് പാർക്കിംഗ് ആണ്. സോ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നമുക്ക് കാമായിട്ട് നിന്നിട്ട് അങ്ങനെ പിക്ചേഴ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഫ്രെയിം ആക്കിയത്. ഇൻസ്റ്റയിൽ പിക്ചർ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ്, ഡെയിലി ഇറങ്ങണ പോലുള്ളൊരു വ്ളോഗ് ആദ്യമായിട്ടാണ്. സോ ഈ വ്ളോഗ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയും. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അത് മാത്രം എടുത്തിട്ടാൽ മതി. പിന്നെ നമ്മുടെ വ്ളോഗിൽ കണ്ടൻറ്റായിട്ട് വണ്ടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും ഇടാത്തത്. അത് വേറെ കാര്യം. എന്തായാലും ഈ വ്ളോഗ് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയും. വണ്ടി എടുക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആ ഒരു ഫ്രെയിമും വണ്ടി എടുക്കാൻ ലുക്ക് നോക്കി ഞാൻ കുറേ നിന്നു. മാഷാ അല്ലാ, ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ ഇവിടുന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. നമ്മളങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളായതുകൊണ്ടും നേരത്തെ നിസ്കാരം ഉള്ളതുകൊണ്ടും നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് ചായ കുടിച്ച് വന്ന് ഒറ്റ ഉറക്കം ഉറങ്ങിയതാണ്. പിന്നെ എനിക്ക് ഇപ്പോഴാണ് വൈകുന്നേരമായി. ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സിലേക്ക് പോകുന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, കാരണം ലേറ്റ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ കാര്യമൊന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്ത വീഡിയോ ആണ്.